LKG പഠിക്കുന്ന മോനെ പറ്റിയിട്ട് ഉപ്പ പറയാണ്, ഇവൻ LKG എന്താ ഹെഡ് മാസ്റ്ററെക്കാളും വലിയ ബുദ്ധിയാ. എന്ത് മൊബൈലിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനക്കാകെ തുറക്കാനും പൂട്ടാനും അറിയൂ, ബാക്കിയെല്ലാം ഇവനാ കൈകാര്യം ചെയ്യുക. ചെറിയ കുഞ്ഞിന്റെ കയ്യിലേത് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, നമ്മളാണ് കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രതികൾ കേട്ടോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കുട്ടികൾക്ക് കരയുമ്പോ കുട്ടികൾക്ക് മൊബൈൽ എടുത്തു കൊടുക്കാണ്. അതുപോലെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുക്കാണ്. സത്യത്തിൽ ഈ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് കടുത്ത വിഷമാണ് കേട്ടോ. മക്കളെ കൊല്ലുന്ന വിഷമാണ് ഈ കൊടുക്കുന്നത്. അത് അല്ലാഹുവിന്റെ കലഹമായ പരിശുദ്ധ ഖുർആൻ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി ബിഹി അസ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൽ ലിഖൽബി ഇൻദ ജഹ്ലി വഹൈറതി. ഏത് സങ്കടം വന്നാലും രോഗം വന്നാലും എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും അതെല്ലാം തീർക്കാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ഫലമുള്ള മരുന്ന്, ചികിത്സ അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് റജബ് മാസം വന്നിട്ട് എടുത്തു നോക്കി. ഞാൻ ആദ്യം ചോദിച്ചത്, ശാബാനിന്റെ പകുതി കഴിഞ്ഞു, ശാബാൻ ബറാത്ത് കഴിഞ്ഞാൽ പിന്നെ റമളാന്റെ മണാണ് എന്നാണ് ഇപ്പോഴേ പഴമക്കാര് പറയാറുള്ളത്. ആരുണ്ട് സഹോദരാ ഖുർആൻ കയ്യിലെടുക്കുന്നയാൾ? അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നോക്ക് നിങ്ങൾ, ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്, ഉദാഹരണം പറയാം. ഒരു വീട്ടിലേക്ക്, എന്റെ സ്ഥാപനത്തിന്റെ ആവശ്യമോ എന്തോ ഒരു ആവശ്യത്തിന് ഞാനൊരു വീട്ടിലേക്ക് പോവാണ്. ഞാൻ ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി ഇറങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ എവിടെയോ പ്രസംഗിച്ച പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് അവര് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ TV-യിൽ വെച്ചിട്ട് കേൾക്കാണ്. പുറത്തേക്ക് ഇറങ്ങണം, ഞാനത് കേൾക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്റെ കൽവിൽ. കാരണം എന്നെ കൂടുതൽ അവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കേൾക്കണ വേദ പറയണം ഉസ്താദ് ഞാനാന്ന് പറഞ്ഞാൽ മതി. അങ്ങനല്ലേ? എന്റെ വയത് ഒരാൾ കേൾക്കുന്നുണ്ട്, പിന്നെ ഓനോട് പോയി ഞാൻ ഹംസ മിസ്ബാഹി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് എന്നെ അറിയുന്നോണ്ടല്ലേ വയത് കേൾക്കുന്നത്. അപ്പൊ എന്റെ കൽബിൽ അവരോട് സ്നേഹം ഉണ്ടാവും. ഞാനൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിൽ ഞാൻ എഴുതിയ ഒരു ലേഖനം വായിക്കുകയാണ്. ഞാൻ എഴുതിയ ഒരു പുസ്തകം ആ വീട്ടുകാര് വായിച്ചിട്ട് ബഹുമാനത്തോടെ അത് വായിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ വീട്ടുകാരോട് എന്റെ കൽബിൽ എന്തൊരു മഹബത്താണ്. ഖാലിഖായ റബ്ബിന്റെയും ഖൽഖിന്റെയും സ്വഭാവത്തെ തുലനം ചെയ്യുന്നത് ശരിയല്ലാത്തതാണ്. എന്നാലും ഞാൻ പറയാ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖുർആൻ ഓതുന്നവൻ അല്ലാഹുവിന്റെ അഹ്ലാണെന്നാണ്. ഫഖറഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസ്വാഹിബിഹി. ഖുർആൻ ധാരാളം പാരായണം ചെയ്യണേ. ഈ ഖുർആൻ നാളെ ശുപാർശകനായി മഹ്ശറയിൽ വരുന്നതാണ്. ഖുർആൻ ഓതാത്ത വീട് ഖബർ പോലെയാണ്. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ ഖുർആനിന്റെ കോപ്പിയുണ്ട്. ചില ആളുകൾ മദീനത്ത് പോകും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഉംറക്കും ഹജ്ജിനും സിയാറത്തിനുള്ള ഭാഗ്യം നൽകട്ടെ. മദീനത്ത് പോയാൽ, ഗ്രൂപ്പിലെല്ലാം പോയാൽ ക്യൂ നിന്നിട്ട് അവിടെ പോയി മദീനത്ത് നിന്ന് മുസാഫ് വാങ്ങിക്കൊണ്ടിരും. കാര്യമായ പണി ഫോട്ടോ എടുക്കലാണ്. അതെല്ലാം കൂടി കഴിഞ്ഞ് ആ ഫോട്ടോ എടുക്കലല്ലാണ്ട് ഈ മുസാഫ് മദീനത്ത് കൊണ്ടുവന്ന മുസാഫാന്ന് നാലാളോട് പറയാന്നല്ലാതെ ഇത് ഓതി നോക്കാൻ സമയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൽബിൽ എന്നോടും നിങ്ങളോടുള്ള ചോദ്യമാണ്. അല്ലാഹു എല്ലാവരും കൽബ് നന്നാക്കി തരട്ടെ. ഖുർആനിനോടുള്ള സ്നേഹം ഈ മൊബൈലിന്റെ അത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ മൊബൈലിനോട് നമ്മൾ കാണിക്കുന്ന മഹബത്ത് ഖുർആനിനോടൊന്ന് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ എത്ര നന്നാകുമായിരുന്നു. സുബ്ഹാന ജല്ല ജലാലു. ഒരു കാമൽ നിന്നിട്ട്
8 ഖത്തും തീർത്തോവർ ഒരു ജൽ മുതലായി 3 ആണ്ട് പാർത്തോവർ ഗൗസുൽ ആദം തങ്ങൾ ഖുർആനിൽ വലിയ മാധുര്യം കണ്ടെത്തിയ മഹാനായിരുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനിൽ വലിയ ലദ്ദത്ത് കണ്ടെത്തിയ മഹാനായിരുന്നു. ഒരു ദിവസം സാധാരണ ഒരു ദിവസം ഒരു ഖുർആൻ ഒരു ഖത്മ്, റമദാനിൽ 2 ഖത്മ്, 29ന്റെ അന്ന് മാസം കണ്ട് നാളെ ഈദുൽ ഫിത്റാണെന്നറിഞ്ഞാൽ 58 ഖത്മല്ലേ ആയിട്ടുള്ളൂ. തങ്ങളെ കണ്ണ് നിറയുമെന്ന് ഹദീസതാ ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ ശാഫിഈ ഇമാമിന്റെ അനുയായികളല്ലേ നമ്മളെല്ലാവരും. ഇനി ഒന്നുകൂടി അടുത്തേക്ക് വന്നാൽ മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിച്ച ആളല്ലേ. ഒരു ഏകദേശം റമദാൻ മാസത്തിൽ 15 ഖത്മുകൾ ചുരുങ്ങാറില്ല. വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ വലിയ ഊർജമല്ലേ ഖുറത്തു സദാത്ത് നവ്വറല്ലാഹു ദരീഹഹു ഖുറാത്തങ്ങള്. അവിടുത്തെ വഫാത്ത് നമുക്ക് വലിയ സങ്കടം നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ദറജയേറ്റി കൊടുക്കണം റഹ്മാനേ. മഹാനായ തങ്ങളവറുകൾ വഫാത്തായ ശേഷമുള്ള ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്താണ് അതിൽ പറയുന്നത്? മഹാനവറുകൾ ദുആയും ബാദലും ഒരുപോലെയാണല്ലോ. കൂട്ടത്ത് പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളിങ്ങനെ പഠിച്ചു. ശാഫിഈ ഇമാം ഒരു ദിവസം ഒരു ഖത്തം, റമദാനിൽ 2 ഖത്തം. നമ്മക്കെന്താ ഓതിക്കൂടെ എന്നങ്ങ് ചിന്തിച്ചിട്ട് ഒരു റമദാനിൽ ഇരുന്നങ്ങ് ഓതി 28 ഖത്തം തീർത്തു. എല്ലാ റമദാനിൽ 28 ഖത്ത് ഓതി എന്നല്ലായി പറഞ്ഞത്. ഒരു റമദാനിൽ 28 ഖത്തം ഓതി തീർത്തു. നമുക്ക് വേണമെങ്കിൽ പറയാം ശാഫിഈ ഇമാം ബബയിലിന്റെ മുമ്പേ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളാണ്. 2ാം നൂറ്റാണ്ടിന്റെ മഹത്വമാണ്. എന്നാൽ അതാ പരിശുദ്ധമായ മഹാനായ ഖുറത്തു സദാത്ത് തങ്ങളെപ്പോലുള്ള മഹാന്മാർ നമ്മുടെ ഈ കുമ്പളയിലും കമ്പളവെട്ടും നമ്മുടെ വീട്ടിലെയും നമ്മുടെ പരിസരങ്ങളിലും നമ്മളെക്കാൾ നല്ല കാറിൽ സഞ്ചരിച്ചവരല്ലേ. നമ്മളെക്കാൾ സൗകര്യമുള്ള വീടുണ്ടാക്കാൻ സാധിക്കുന്നവരല്ലേ. ഞാൻ പറയട്ടെ, ലോകത്ത് ഇറങ്ങുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മൊബൈല് 100-1000 വാങ്ങിക്കൊടുക്കാൻ പണക്കാരായ ഖാദിമീങ്ങളെ പോലത്തെ വലിയ വലിയ ആജിയാക്കന്മാര് 1000 തവണ റെഡിയായിരുന്നില്ലേ. എന്നിട്ടും ഈ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ ഇടയില്, ഈ സോഷ്യൽ മീഡിയന്റെ ഇടയിൽ തന്നെ ജീവിച്ച തങ്ങള് ഒരു റമദാൻ മാസത്തിൽ 28 ഖത്തം ഓതിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കാൻ 5ഉം 10 അവിടെ നിൽക്കട്ടെ, ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മുഅ്മിനാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഈ മൊബൈലില്ലേ, നമ്മൾ മൊബൈലിന്റെ ബഹുമാനം അറിയാത്ത ഒരാളല്ല ഞാൻ. ഉസ്താദ് അവർക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഞാൻ ഈ മൊബൈൽ നോക്കിയിട്ടാണ് ഇവിടെ എത്തിയത്. മൊബൈലിന്റെ കാലവും അതിന്റെ ബഹുമാനം ഒന്നും അറിയാത്ത മൊയിലാരാണ് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഇയാൾ മൂസാ നബിന്റെ കാലത്ത് വയല് പറയേണ്ട ആളാണ് നിങ്ങൾക്ക് തോന്നണ്ട. എനിക്കിതെല്ലാം നല്ല ധാരണയുള്ള ആള് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മൊബൈൽ കൊണ്ട് എത്ര സമയമാണ് നമുക്ക് അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളയുന്നത്? ഈ നഷ്ടപ്പെടുത്തി കളയുന്ന മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി ഒന്ന് തുറന്നാൽ അതിന്റെ അപ്പുറം അനന്തമായി 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കാം ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ തുറന്നതാണ്. സുബ്ഹാനല്ലാഹ്, 9 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 9:30 മണിക്ക് കിടക്കാം. അതിന്റെ ഇടയിൽ 2 മെസ്സേജ് അയക്കാമെന്ന് കരുതുന്നു, തുറന്നതാണ്. ഇപ്പൊ പൂട്ടി നോക്കുമ്പോ 11:30 മണിയായിട്ടുണ്ട്. 2 മണിക്കൂർ മൊബൈല് കൊന്നതറിഞ്ഞിട്ടില്ല. സമയം പോന്ന അറിയാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. ചില ആളുകളെ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഈ സമയം എന്ന് പറയുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ളതാണ് സമയം. ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്. ഇത്ര വിലയുള്ള ഒരു സാധനം ദുനിയാവിൽ പറയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ഭയങ്കര രോഗമെന്ന് പറയുമ്പോഴും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. 20% 30% ഡോക്ടർ പറയുന്നു. എന്നാലൊന്ന് ചെയ്തു നോക്കാന്ന് പറയുന്നോണ്ടാ. നാളെയും കൂടെ നമ്മളെ വീട്ടിലെ ഒന്ന് കാണാനാ, നാളത്തെ സൂര്യനെയും കൂടെ ഒന്ന് നോക്കാനാണ്.
നാളെയും നമ്മുടെ നാടൊന്ന് കറങ്ങാനാണ്. വേറെ ഇതുവരെ കറങ്ങിയിട്ട് എന്താ കാര്യം ഉണ്ടായത്? നാളത്തെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹത്തിൽ പറയാണ്, ഓപ്പറേഷൻ ചെയ്തേക്കാമെന്ന് പറയാണ്. അതിന് വീട് വെക്കാൻ തയ്യാറാണ്, കാറ് വിൽക്കാൻ തയ്യാറാണ്, എന്തും കൊടുക്കാൻ മനുഷ്യൻ ഒരുക്കമാണ്. ചികിത്സിക്കാനല്ലേ മനുഷ്യൻ ചെലവ് കണ്ടെത്തുന്നത്. ഓ സഹോദരങ്ങളെ, ഇത്ര വിലപിടിപ്പുള്ള ഈ സമയമില്ലേ? ഈ സമയം മനുഷ്യൻ അറിയാതെ അങ്ങനെ തീർന്നു പോവുകയാണ്. ഒരു ഹാജിയാരുണ്ട് കാസർഗോഡ്, അദ്ദേഹത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഭാഗത്തുള്ള ആൾ ആരാമീൻ പറഞ്ഞിട്ടില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നമ്മുടെ അഷ്റഫ് തങ്ങൾ പാപ്പന്റെ, നമ്മുടെ ഇപ്പം വന്ന് തങ്ങളെ അമോശനല്ലേ അതൂര്, അള്ളാഹു അഫീത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. തങ്ങളെ എജു പാർക്ക് ഉണ്ട് മുടിപ്പുല്, അവിടെ പരിപാടിക്ക് വന്നിട്ട് പിറ്റേന്ന് കാസർഗോഡ് എനിക്ക് രാവിലെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ 19 കിലോമീറ്റർ ആദ്യം പോകണം കാസർഗോഡ് നിന്ന്. അപ്പൊ അതുകൊണ്ട് രാവിലെ പോയി എത്തൂല തിരിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങനെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഉസ്താദ്മാർക്ക് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ തന്നെ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചാൽ, അദ്ദേഹത്തിന് രാത്രി വിളിച്ചാൽ അറിയാം, അദ്ദേഹം പോകാൻ ഉടനെ പറഞ്ഞ മർഹബാ എന്ന്. അങ്ങനെ അവിടെ പോയി വാല് കഴിഞ്ഞിട്ട് അവിടെ പോയി താമസിച്ചു. ഞാൻ പറഞ്ഞത് സുബഹി നിസ്കാരം അദ്ദേഹത്തിന്റെ അവിടെ ഹാളുണ്ട്, അവിടെ നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ +2 പഠിക്കണ മകനുണ്ട്. നിസ്കരിച്ചിട്ട് ചായ കൊണ്ടുവന്ന് കുടിക്കുമ്പോൾ കുറച്ച് ഖൈറാത്തുകൾ ഇങ്ങനെ സംസാരിക്കാം, വേണ്ടാത്തൊന്നുമില്ല. അപ്പൊ മൂപ്പര് പറയാണ്, ഈ ആചാര്യ പറയാ, വലിയ വയസ്സുള്ള ഒന്നല്ല, 19, 85, 60 താഴെ 55 വയസ്സുണ്ടാവും. മൂപ്പര് പറയാണ്, ഉസ്താദേ, ഈ മൊബൈല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയിനെങ്കിൽ എത്ര നന്നായിട്ടിനല്ലേ? നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലേ? ഈ മൊബൈല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയെങ്കിൽ. ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ചെറിയ വിഷമങ്ങളെല്ലാം ഉണ്ട്. പണ്ട് കൊളംബയിൽ ഒരാൾ മരിച്ചു പോയാൽ എങ്ങനെയാ മറ്റുള്ളവർ വിവരം അറിയിക്കുക? എന്റെ നാട്ടിൽ നിന്നൊക്കെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പാണ് അന്നത്തെ ആകെയുള്ള ആശ്രയം. അതന്നെ ഒരാൾക്കെങ്കിലും നാട്ടിലൊരാൾക്ക് ഉണ്ടെങ്കിൽ ഭാഗ്യം. ആ വണ്ടി ആക്കിയിട്ട് ഇങ്ങനെ പോകലാണ് കുടുംബങ്ങളിലേക്കൊക്കെ വിവരം അറിയിക്കാൻ വേണ്ടി. വേറെ മാർഗമൊന്നുമില്ല, ഫോണില്ല, ഒന്നുമില്ല. പക്ഷെ അന്നും ഖബറടക്കലെല്ലാം നടന്നിട്ടുണ്ട്, ആരും ബാക്കിയായിട്ടില്ല ഭൂമിന്റെ പുറത്ത്. സംഗതിയെല്ലാം കുറച്ച് സ്പീഡ് കുറവാണെങ്കിലും സംഗതി നടന്നിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഞാനിപ്പോ ഈ ലൊക്കേഷൻ നോക്കിയിട്ടാ വന്നത്. ഈ ഗൂഗിളെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇടാൾ വന്ന് അയാൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇന്ന് നമ്മളതിന്റെ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. മൂപ്പര് പറയാണ്, ഉസ്താദേ, സമയം കൊല്ലുന്നോണ്ട് പറഞ്ഞതാണ്, ഈ മൊബൈല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോകുന്നതിന് കുറച്ചും കൂടെ നന്നാകുമായിരുന്നു. തങ്ങളെ പറ്റി മറ്റു മഹാന്മാരെ കുറിച്ചുള്ള ചർച്ചയുടെ ഇടയിലാണ് ഇത് പറഞ്ഞത്. എന്നിട്ട് ഇയാള് പറയാണ്, ഈ +2 പഠിക്കുന്ന മോനെ കാണിച്ചിട്ട് പറയാണ്, ഉസ്താദേ, ഞാൻ എന്റെ ഈ മോൻ ഇതുവരെ മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് അല്ലാനാ തോന്നുന്നു, ഇന്നാലില്ല അല്ലാനാ പോകുന്നു, അല്ലാഹു അക്ബർ പറയാനാ. +2 പഠിക്കുന്ന മോൻ ഇതുവരെ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ഈ കുട്ടിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഒന്നെങ്കിലും ഉപ്പാനോട് ദേഷ്യം, ഈർഷ്യത, മാൻ കൊടുക്കാത്തില്ല, അല്ലെങ്കിൽ കൊടുക്കാത്ത ഉസ്താദിനോട് പറഞ്ഞ വകയിൽ ഒരു വളിപ്പ്, ഒരു ജാള്യത, നാണക്കേട് ഒന്നുമില്ല. ഓൻ സാധാരണ ഇരിക്കുമ്പോഴിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു പൊട്ടനാണ്. അല്ല, അവൻ +2 നല്ല മാർക്ക്, അധികം A+ നല്ല പഠിക്കണം മോനാ. അപ്പൊ ഈ ഇദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ച്, ഈ കുട്ടിക്ക് പഠിക്കണ്ടേ, സ്കൂളിലൊക്കെ പഠിക്കാൻ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാവൂലേ? നമ്മളെ മക്കൾ പറഞ്ഞു എനിക്ക് പഠിക്കണം, മൊബൈൽ കൊണ്ടാന്ന്. അപ്പൊ ഇയാൾ പറയാണ്, പഠിക്കണമെങ്കിൽ എന്റെ മൊബൈൽ ഞാൻ ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ, അല്ലെങ്കിൽ ഭാര്യന്റെ മൊബൈൽ സെൻട്രൽ ഹാളിൽ ഭക്ഷണം കഴിക്കണ മേശയുണ്ട്, അവിടെ വെച്ചിട്ട് ഓന് എഴുതാനും പഠിക്കാനൊക്കെ സൗകര്യമുണ്ട്. സ്വന്തമായിട്ട് മൊബൈൽ കൊടുത്തിട്ടില്ല. നമ്മളെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ കയ്യിൽ 2 മൊബൈല്. +2 അല്ല, വെറും 2, കാലി 2. LKG പഠിക്കുന്ന മോനെ പറ്റിയിട്ട് ഉപ്പ പറയാണ്, ഇവൻ LKG-യിലായ എന്താ ഹെഡ് മാസ്റ്ററെക്കാളും വലിയ ബുദ്ധിയാ. എന്ത് മൊബൈലിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനക്കാകെ തുറക്കാനും പൂട്ടാനും അറിയൂ, ബാക്കിയെല്ലാം ഇവനാ കൈകാര്യം ചെയ്യുക. ചെറിയ കുഞ്ഞിന്റെ കയ്യിലേത് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, നമ്മളാണ് കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രതികൾ കേട്ടോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ.
കുട്ടികൾക്ക് കരയുമ്പോ കുട്ടികൾക്ക് മൊബൈൽ എടുത്തു കൊടുക്കാണ്. അതുപോലെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുക്കാണ്. സത്യത്തിൽ ഈ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് കടുത്ത വിഷമാണ് കേട്ടോ. മക്കളെ കൊല്ലുന്ന വിഷമാണ് ഈ കൊടുക്കുന്നത്. മൊബൈല് കൊടുക്കാത്തതിന്റെ പേരിൽ തൂങ്ങി മരിച്ച ഒരു കുട്ടിയെ നിങ്ങൾ ബാത്റൂമിൽ തൂങ്ങി മരിച്ച ഒരു കുട്ടിയെ നിങ്ങൾ ഒരു 1.5 വർഷം മുമ്പ് വായിച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലതിനും നമ്മുടെ കുട്ടികൾക്ക് അടിമപ്പെട്ട് ലഹരിന്റെ അടിമപ്പെട്ട് പലതുമാകുന്നുണ്ട്. നമ്മളെ മക്കൾ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങൾ നോക്കൂ, കുട്ടികൾ കരയുമ്പോ ഉമ്മമാര് വേഗം എടുത്തിട്ട് കൊടുക്കാണ് മൊബൈല്. മൊബൈല് കൊടുത്താല് ഈ കുട്ടികൾക്ക് കറി വേണ്ട. റൗസുല്ലാതെ തങ്ങളെ കാലത്തുള്ള 5 റൊട്ടി ഒന്നിച്ചു തിന്നും പിള്ളേർ. മൊബൈൽ കൊടുത്താൽ മതി. ഏത് കാലത്തുള്ള റൊട്ടിയാ? നമ്മളെ കാലത്തുള്ള റൊട്ടിയല്ല. മുഹിയദ്ദീൻ ശൈഖ് തങ്ങളെ കാലത്തുള്ള റൊട്ടി, ഉണങ്ങിയ റൊട്ടി. അക്കാലത്ത് ചുട്ട റൊട്ടി എത്ര ഉണങ്ങിയിട്ടുണ്ടാവും? ഇത്ര കൊല്ലാകുമ്പോഴത്തേക്കും ആ റൊട്ടി തിന്നും പിള്ളേർ. മൊബൈൽ കൊടുത്താൽ മതി. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത്. അത് വലിയ തെറ്റാണ്. ഹറാമും കറാഹത്തല്ലാതെ നിൽക്കട്ടെ. ഈ കുട്ടിക്ക് എത്ര വലിയ റേഡിയേഷനാണിത്, ആരോഗ്യപരമായി എത്ര വലിയ പ്രശ്നമാണിത്. കരഞ്ഞ കുട്ടിക്ക് ഒരു തകരാറും വരില്ല, നല്ല സൗണ്ട് ഉണ്ടാവും. കൂടുതൽ കരയുന്ന കുട്ടിക്ക് നല്ല ശബ്ദം ഉണ്ടാവും, ഒരു പ്രശ്നവും വരില്ല. കുട്ടി കരയട്ടെ. ആ കുട്ടിയുടെ കരച്ചിലടക്കാൻ ഈ മൊബൈലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉമ്മ എന്ന മാർഗ കണ്ടെത്തിയത്, ആ മാർഗം സ്വീകരിച്ചാൽ മതി. മൊബൈല് കൊടുത്തിട്ട് കുട്ടികളുടെ കരച്ചിലടക്കരുത്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് എത്രയോ സമയങ്ങൾ ഇത് കൊന്നുകളയുന്നില്ലേ? ഈ മൊബൈലിങ്ങനെ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പരതിയിട്ടും അതുപോലെ മെസ്സേജ് അയച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ സമയം കളയുമ്പോൾ നമ്മൾക്ക് ആരോ ഹദിയ തന്നതോ വാങ്ങി വെച്ചതോ ആയ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി വീട്ടിലില്ലേ? ഈ അള്ളാഹന്റെ കലാമായ ഖുർആൻ അള്ളാഹിനോട് പറയൂലേ, അല്ലാഹുവേ ഈ കുമ്പളയിൽ, ഈ കൊളംബയിൽ, ഈ നാട്ടില് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് എനിക്ക് ഈ വീട്ടിൽ സ്വീകരണം കിട്ടി. അന്ന് വാങ്ങി വെച്ചതാണ് അല്ലാഹ്. എന്നെ ഈ വീട്ടുകാര് തുറന്നു നോക്കുന്നില്ല. ഹറമിലെങ്ങാനുമാണ് ഞാൻ ഉണ്ടായതെങ്കിൽ, ഏതെങ്കിലും ഖുർആനോദാൻ താല്പര്യമുള്ള ആളുടെ കയ്യിലാണ് ഞാൻ എത്തിയതെങ്കിൽ എന്നെ എത്രമാത്രം ഖത്മ തീർക്കുമായിരുന്നു അല്ലാഹ്. ഒരു ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലാണ് ഞാൻ എത്തിയതെങ്കിൽ എന്നെ എത്ര 1000 തവണ ഓതി നോക്കുമായിരുന്നു അല്ലാഹ്. നിന്റെ കലാമായ ഞാനിവിടെ ഈ അലമാരയുടെ മുമ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. ചെതലുകൾ വരുന്നു, ഉറുമ്പുകൾ വരുന്നു അല്ലാഹ്. ചെലന്തി വല കെട്ടുന്നു അല്ലാഹ്. തിരിഞ്ഞു നോക്കാൻ ഈ വീട്ടുകാർക്ക് 1 മിനിറ്റ് ഇല്ല അല്ലാഹ്. എന്റെ മുമ്പിൽ കാലിന്റെ മേലെ കാലും വെച്ച് കസേരന്റെ മേലെ ഇരുന്നിട്ട് അവർക്ക് ഏറ്റവും താല്പര്യമുള്ള മൊബൈല് കൊണ്ട് മണിക്കൂറുകൾ അവൾ തലകുത്തി മറിയുന്നു അല്ലാഹ്. നിന്റെ ഭക്ഷണം കഴിച്ച്, നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ വായു ശ്വസിച്ച്, നിന്റെ ആകാശത്തിന്റെ ചുവടെ നിന്റെ ഭൂമിയിൽ താമസിക്കുന്നവൻ നിന്റെ കലഹമായി എന്നെ വിസ്മരിച്ചിട്ട് എന്നെ പരിഗണിക്കാതെ ഇവിടെ നീ സാധനം തൂണ്ടിക്കൊണ്ട് മണിക്കൂർ നഷ്ടപ്പെടുത്തുന്നു അല്ലാഹ്. നിങ്ങളുടെ വീട്ടിലുള്ള ഖുർആൻ നിങ്ങൾക്കെതിരായി അള്ളാഹിനോട് ദ്വാരന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സംഗതി നിങ്ങൾ മറന്നു പോകണ്ട. ഈ വീട്ടിൽ പിന്നെ എങ്ങനെ ബറക്കത്തുണ്ടാകാനാണ്? ഈ വീട്ടിൽ രോഗം എങ്ങനെ മാറിക്കിട്ടാനാണ്? അതുകൊണ്ട് ഖുർആൻ കയ്യിലെടുക്കണേ. റമളാൻ കാത്തു നിൽക്കല്ലേ, ഇപ്പോൾ തന്നെ ഖുർആൻ കയ്യിലെടുക്കേണ്ടതുണ്ട്. അള്ളാന്റെ കലാമ് പാരായണം ചെയ്യേണ്ടതുണ്ട്. റമളാൻ മാസത്തിൽ കൊടുക്കേണ്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം അത് വിശുദ്ധമായ ഖുർആൻ തന്നെ. ലഖദ് അളല്ലക ശഹ്റു സ്വൗമി ബഅദഹുമാ ഫലാ തുസയ്യിറുഹു അയ്ളൻ ശഹ്റ ഇസ്യാനി. റജബും ശഅബാനും ഒക്കെ നഷ്ടപ്പെടുത്തിയതുപോലെ റമളാനും ചിന്തയില്ലാതെയാക്കല്ലേ.
വത്ലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. തസ്ബീഹ് ചെല്ലേണ്ട മാസമാണ്, ഖുർആൻ ഓതേണ്ട മാസമാണ്. ആ പരിശുദ്ധമായ റമദാനിലേക്ക് വരുമ്പോ, റമദാൻ ആഗതമാകുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള മാനസികമായ ഒരുക്കം കാര്യമായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്.